Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Okay, നമ്മള് പബ്ലിക് റിലേഷൻസ് നമ്മൾ ചാപ്റ്ററിൽ എടുക്കുന്നേ. Good morning, ma'am. അതെ. അതെ, ഓക്കെ. അപ്പൊ നമ്മള് ഓപ്പറേറ്റിംഗ് മെത്തേഡ് അല്ലേ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സില്? ഓപ്പറേറ്റിംഗ് മെത്തേഡ് അല്ലേ? അതെ. ഓക്കെ, എവിടെ വരെ എഴുതിയിരുന്നു? അല്ല, ഫണ്ടമെന്റൽ കമ്പോണൻസ് ഓഫ് ഓക്കെ, അത് മൂന്നും പറഞ്ഞിരുന്നു അല്ലെ? കംപ്ലീറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. സം ഓപ്പറേഷൻസ് ഓഫ് ഇംപ്രൂവിംഗ് ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഇൻ ദ കമ്മ്യൂണിറ്റി ലെവൽ. ഒരു കമ്മ്യൂണിറ്റി ലെവലില് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ, പ്രവർത്തനപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? ഹോസ്പിറ്റലിന്റെ ഒരു കമ്മ്യൂണിറ്റി ലെവലില് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ഒന്നാമത്തതാണ് a high quality patient care is the basis of good public relation. ഒരു നല്ല ഗുണനിലവാരമുള്ള രോഗി പരിചരണം എന്ന് പറയുന്നത് ഒരു നല്ല പബ്ലിക് റിലേഷന്റെ ഒരു അടിസ്ഥാനമാണ് അല്ലെ? നല്ലൊരു എപ്പോഴാണെങ്കിലും നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാകണമെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ആ ഹോസ്പിറ്റലെ നമുക്ക് ഇഷ്ടമാകണം. അല്ലെങ്കിൽ നമ്മളൊരു രണ്ടുപേരോട് നമുക്ക് പറയണം ആ ഹോസ്പിറ്റൽ നല്ലതാണ്, മികച്ചതാണ്, നിങ്ങൾക്കും അങ്ങോട്ട് പോവാമെന്ന് പറയണമെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റൽ എന്ത് തരണം? നല്ല ക്വാളിറ്റിയുള്ള പരിചരണം തരണം അല്ലെ? നല്ല ഗുഡ് ക്വാളിറ്റി കെയർ തന്നാൽ മാത്രമല്ലേ നമ്മൾ ഇനി പിന്നീട് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോടും അത് പറയുള്ളൂ അല്ലെ? അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ഉയർന്ന ഗുണനിലവാരമുള്ള രോഗി പരിചരണം അവിടെ നടപ്പിലാക്കുക അല്ലെങ്കിൽ കൊടുക്കുകയാണ്. രണ്ടാമത്തത് പറയുന്നത് സഫിഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റി വിത്ത് ഗുഡ് ഫങ്ഷണൽ ലേഔട്ട്. മതിയായിട്ടുള്ള ഫിസിക്കൽ ഫെസിലിറ്റികൾ കൊടുക്കുക, നല്ലൊരു ഫങ്ഷണൽ ലേഔട്ട്. അതായത് വെയിറ്റിംഗ് റൂം വിത്ത് ബെഞ്ചസ് ഓർ ചെയർസ്, വാട്ടർ റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി ഇൻ ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മള് ഡോക്ടേഴ്സിനൊക്കെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ കൺസൾട്ടേഷൻ വേണ്ടിയിട്ട് ചെല്ലാറുണ്ട് അല്ലെ? ചെല്ലാറില്ലേ? മുൻപുള്ള പോലെയാണോ ഇപ്പൊ അവിടെ വെയിറ്റിംഗ് റൂമിലെ ഫെസിലിറ്റിയും കാര്യങ്ങളും? ആണോ? മുൻപ് നമ്മൾ പോയിരുന്ന പോലെയാണോ ഇപ്പൊ ഉള്ളത്? ആണോ? അല്ല. എന്തൊക്കെ സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്? എല്ലാവർക്കും അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന TV ഉണ്ടാവും, അതുപോലെ ബെഞ്ചുകളും ചെയറുകളും കാര്യങ്ങളും ഒക്കെ ഓൾമോസ്റ്റ് ഒരുപാട് പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതുപോലെ വാട്ടർ സൗകര്യങ്ങൾ, ഇപ്പൊ വെള്ളമോ കാര്യങ്ങളോ കുടിവെള്ള കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫെസിലിറ്റി ഉണ്ടാവും അല്ലെ? കഫേ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് മറ്റ് റിഫ്രഷ്മെന്റ് ഫെസിലിറ്റികളും കാര്യങ്ങളും, ഇപ്പൊ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ ഉണ്ടാവും. നമുക്ക് ഒരുപാട് ദൂരെയൊക്കെ പോകാതെ അങ്ങനെ ഒരുപാട് പറഞ്ഞ TV ഫെസിലിറ്റികൾ ഉണ്ടാവും. നമുക്ക് ബോറടിക്കൊന്നും വേണ്ട അല്ലെ? നമുക്ക് അവിടെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് അപ്പോ ആ ഒരു ഇത്ര സമയം എടുക്കുന്നു എന്നൊരു തോന്നല് നമുക്ക് വരുന്നില്ല അല്ലെ? കുട്ടികൾക്ക് പ്ലേയിങ് ഐറ്റംസ്. അങ്ങനെ ഓരോ ഹോസ്പിറ്റലിനനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള വെയിറ്റിംഗ് ഏരിയാസ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഫെസിലിറ്റികൾ, ഫിസിക്കൽ ഫെസിലിറ്റികളിലൂടെ നമുക്ക് മതിയായ രീതിയിലുള്ള ഫെസിലിറ്റികൾ അല്ലെങ്കിൽ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങൾ തരുന്നതിലൂടെയും നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ആ സ്ഥാപനത്തിന് പൊതുജനങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അടുത്തതാണ് മേക്കിംഗ് അതേഴ്സ് ഹാപ്പി. അതായത് നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ വൺ മസ്റ്റ് ബി ഹാപ്പി ഹിംസെൽഫ്. നമ്മൾ സ്വയം സന്തോഷവാന്മാരായിരിക്കണം അല്ലെ? ഗുഡ് മൊറൈൽ ഓഫ് വർക്കേഴ്സ് നോട്ട് ഓൺലി ഇംപ്രൂവ്സ് എഫിഷ്യൻസി ബട്ട് വർക്കേഴ്സ് വിത്ത് ഹൈ മൊറൈൽ വർക്ക് ഇൻ എ പോസിറ്റീവ് മാനർ വിത്ത് വൺ അനദർ ആൻഡ് ഓൾസോ ദ പേഷ്യൻസ് ഇൻ ദ കമ്മ്യൂണിറ്റി. അതായത് നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ നമ്മൾ സ്വയം സന്തോഷവാന്മാരായിരിക്കണം. അപ്പൊ ഇത് ഇവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട പറയുന്നത് കേട്ടോ. അപ്പൊ അവിടുത്തെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ വർക്കേഴ്സിന് നല്ലൊരു ഗുഡ് മൊറയില്, നല്ലൊരു മനോവീര്യമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നല്ല കാര്യക്ഷമതയുള്ള, നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് ലെവലുള്ളവരാണ്
ചെയ്യുകയാണെങ്കിൽ അവര് നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുക മാത്രമല്ല ചെയ്യുന്നത്, എന്താണ് അവിടെ വരുന്ന ഇപ്പൊ അവിടെയുള്ള അവരുടെ ഇടയിൽ തന്നെയുള്ള വർക്കേഴ്സുമായിട്ടോ അല്ലെങ്കിൽ അവിടെ വരുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന പേഷ്യൻസുമായിട്ടോ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്ന ഒരു പോസിറ്റീവ് മാനറിൽ നല്ല രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്ന ഒരു സ്റ്റാഫുകളാണ് അവിടെയുള്ളതെങ്കിൽ അതിലൂടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? പറ്റുമോ? നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? അപ്പൊ അങ്ങനെ നല്ലൊരു പോസിറ്റീവായ രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നു, നമ്മളോട് പെരുമാറുന്നു. അങ്ങനെ അവർ ചെയ്യണമെങ്കിൽ അവര് നല്ല കോൺഫിഡൻസ് ഉള്ളവരായിരിക്കണം, അല്ലെ? അവര് നല്ല മനോവീര്യമുള്ള ആളുകളായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് നമ്മളോട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പെരുമാറാനും സംസാരിക്കാനും സാധിക്കൂ. ലാസ്റ്റ് പറയുന്നത് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് എഫക്റ്റീവ് കോർഡിനേഷൻ among all clinical departments and other supporting services arise from good administration, organization structure, policies, procedures and authority and responsibility should be clearly understood by each staff. ഇനി എന്താ പറയുന്നത്? ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യക്ഷമത വിത്ത് എഫക്റ്റീവ് കോർഡിനേഷൻ, വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കോർഡിനേഷനിലൂടെ among all clinical departments, എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ നല്ലൊരു പ്രവർത്തന ശ്രമമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ അവിടുത്തെ മറ്റ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഈ സർവീസുകളുമായി ബന്ധപ്പെട്ട് നല്ലൊരു റിലേഷൻഷിപ്പും വളരെ ഒരു കോർഡിനേഷനും ഒക്കെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അത് എന്തിലൂടെയാണ് വരുന്നത്? നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നല്ല ഭരണത്തിലൂടെ, അല്ലെ? നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വെക്കുന്നതിലൂടെ, നല്ലൊരു പോളിസികളിലൂടെ, നല്ല പ്രൊസീജിയേഴ്സ് നടപ്പിലാക്കുന്നതിലൂടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ക്ലിയർലി പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി ക്ലിയർലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് സ്റ്റാഫ്. അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും അവർ ചെയ്യേണ്ട അവരുടെ അധികാരങ്ങൾ എന്താണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെയുമാണ് ആ നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, പ്രവർത്തനപരമായിട്ടുള്ള ഒരു കാര്യക്ഷമത വളരെ കോർഡിനേറ്റഡ് ആയിട്ട് അവിടെയുള്ള എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റും വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ മറ്റു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നല്ലൊരു കോർഡിനേഷൻ അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് എന്തിലൂടെയാണ്? നല്ലൊരു അഡ്മിനിസ്ട്രേഷനിലൂടെ നമുക്ക് സാധിക്കും. നല്ല രീതിയിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ, നല്ല പോളിസികൾ, പ്രൊസീജിയേഴ്സ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നതിലൂടെ സാധിക്കും. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും അവരുടെ അധികാരവും അവരുടെ ഉത്തരവാദിത്തങ്ങളും എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെയാണ് അവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും അല്ലെങ്കിൽ സപ്പോർട്ടീവ് സർവീസുകൾ തമ്മിലും നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ആത്മബന്ധം, ഒരു കോർഡിനേഷൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ 4 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് നോക്കി, ഹൈ ക്വാളിറ്റി, ഉയർന്ന ഗുണനിലവാരമുള്ള ഒരു രോഗി പരിചരണം കൊടുക്കുക എന്നതാണ് ഒരു നല്ല പബ്ലിക് റിലേഷന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ആവശ്യമായിട്ടുള്ള മതിയായ ഫിസിക്കൽ ഫെസിലിറ്റികൾ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ വെയിറ്റിംഗ് റൂമോ കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള ബെഞ്ചുകളോ ചെയറുകളോ വാട്ടറോ റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി മുതലായവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മതിയായിട്ടുള്ള ഫിസിക്കൽ ഫെസിലിറ്റികളും കാര്യങ്ങളും കൊടുത്ത് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൂന്നാമത്തത്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ നമ്മൾ സ്വയം സന്തോഷവാന്മാരിക്കണം. അതിനുവേണ്ടി അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും നല്ല മനോവീര്യമുള്ളവരായി മാറുക. അങ്ങനെ നല്ല മനോവീര്യം ഉണ്ടാകുമ്പോൾ അവർ നല്ല രീതിയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കും. അത് മാത്രമല്ല, അവിടെ വരുന്ന ഓരോ എംപ്ലോയീസ്, ഇപ്പൊ അവിടെയുള്ള ജീവനക്കാരും അവരോട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പെരുമാറാൻ പറ്റും. അവിടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഓരോ പേഷ്യൻസിനോടും നല്ല രീതിയിൽ പെരുമാറാനും പോസിറ്റീവായ രീതിയിൽ അവരോട് ഇടപെടുത്താനും ഇവർക്ക് സാധിക്കുന്നു. ലാസ്റ്റ് പറഞ്ഞത് ഒരു ഓപ്പറേറ്റീവ് എഫിഷ്യൻസി അതുപോലെ ഒരു എഫക്റ്റീവ് കോർഡിനേഷൻ ഒക്കെ അവിടെയുള്ള ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ അല്ലെങ്കിൽ മറ്റ് സപ്പോർട്ടീവ് സർവീസുകൾക്കിടയിൽ ഉണ്ടാവണമെങ്കിൽ അതിന് അവിടെ ഒരു നല്ല ഭരണം വേണം, നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേണം, നല്ല പോളിസികൾ ഫോളോ ചെയ്യണം, നല്ല പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം. അതുപോലെ ഓരോ സ്റ്റാഫുകൾക്കും അവരുടെ അധികാരങ്ങളും റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ക്ലിയർ ആണോ? 4 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ. അടുത്തതാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. അപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഏത് മെത്തേഡാ? ഓപ്പറേറ്റീവ് മെത്തേഡ് ആയിരുന്നു, അല്ലെ? ആണോ? മറന്നുപോയോ? അത്
ഓപ്പറേറ്റീവ് മെത്തേഡാണ്. രണ്ടാമത്തേതാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, ആശയവിനിമയ രീതികൾ. അതിൽ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ തന്നെ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ എന്തൊക്കെയാ വരുന്നത്? To make available suitable information to the patients, their relatives and visitors. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് അവരുടെ രോഗികളാണ് വരുന്ന പേഷ്യൻസിനാവാം, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് അല്ലെ, അവരുടെ ബന്ധുക്കൾക്കോ, അല്ലെങ്കിൽ അവിടെ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ അവിടെ വരുന്ന സന്ദർശകർക്കോ അനുയോജ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള അവർക്ക് അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഒന്നാമത്തെ മെത്തേഡിൽ പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം, ഒരു പേഷ്യന്റ് വന്നാലോ അവരുടെ റിലേറ്റീവ്സ് വന്നാലോ അവിടെ വിസിറ്റേഴ്സ് വന്നാലോ അവർക്ക് അറിയേണ്ടതായിട്ടുള്ള കുറെ ഇൻഫർമേഷൻസോ കാര്യങ്ങളോ അത് ചോദിക്കുമ്പോ അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് ലഭ്യമാക്കി നൽകുന്നതിലൂടെ നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്താൻ പറ്റും അല്ലെ. ടു മേക്ക് അവൈലബിൾ സ്യൂട്ടബിൾ ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്, their relatives and visitors. അവിടെ വരുന്ന പേഷ്യൻസിനോ റിലേറ്റീവ്സിനോ അവരുടെ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്കും അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക. രണ്ടാമത് a provision to listen to oral complaints instead of compelling or written. നമുക്കറിയാം, നമ്മളൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ കൊടുക്കാൻ പോവാണ്. അങ്ങനെ കൊടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളോട് പറയും എന്താണ്, രേഖാമൂലമുള്ള പരാതികൾ തരണം എന്ന് പറയാറുണ്ട് അല്ലെ. ഇവിടെ ഹോസ്പിറ്റലില് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ഒരു രേഖാമൂലമുള്ള ഒരു പരാതി വേണമെന്ന് നിർബന്ധം പിടിക്കാതെ അതിന് പകരം വാക്കാലുള്ള പരാതികളും സ്വീകരിക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാം. ചിലപ്പോ ചില ആളുകൾക്ക് ചിലപ്പോ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവാം, ചിലപ്പോ അവർക്ക് സംസാരിച്ച് അധികം സമയം സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല. അവരെന്ത് ചെയ്യില്ല, എഴുതി തരാനായി നിർബന്ധപൂർവ്വം നമുക്ക് രേഖാമൂലം തന്നെ തന്നാലേ ഞങ്ങൾ ആ പരാതി സ്വീകരിക്കൂ അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ എടുക്കൂ എന്ന് പറയാൻ പറ്റില്ല. അതിന് പകരം അവർ വാക്കാൽ പറയുന്ന പരാതികളാണെങ്കിലും അതിന് ചെവി കൊടുക്കുകയും കൃത്യമായിട്ട് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയും നൽകുകയും ചെയ്യുമ്പോൾ ആ ഒരു സ്ഥാപനത്തോട് അവർക്ക് എങ്ങനെയാണ് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. നല്ലൊരു പബ്ലിക് റിലേഷൻ ഇതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തത് സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്, വേഗത്തിലുള്ള മറുപടികൾ, ചോദ്യങ്ങൾക്കുള്ള വേഗത്തിലുള്ള മറുപടികൾ കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള റിപ്ലൈസ് കാര്യങ്ങൾ കൊടുക്കുക. അപ്പൊ അവർ പേഷ്യൻസ് ചോദിച്ചാൽ പോലും അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും വിസിറ്റേഴ്സോ കാര്യങ്ങൾ ആരാണെങ്കിലും അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഒത്തിരി സമയം, ഇപ്പൊ സമയമില്ല പറഞ്ഞുതരാം, പിന്നെ പറഞ്ഞു തരാം അല്ലെങ്കിൽ പിന്നെ ഇൻഫർമേഷൻസ് തരാം എന്നല്ല പറയേണ്ടത്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വേഗത്തിലുമുള്ള മറുപടികൾ നൽകുക, ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ. Then provision of suggestion box at suitable places. അനുയോജ്യമായ ഇടങ്ങളിൽ സജഷൻ ബോക്സുകൾ നൽകുക അല്ലെങ്കിൽ സ്ഥാപിക്കുക. കണ്ടിട്ടുണ്ടോ? പ്രതികാരം. ഓക്കെ, നോക്കി. അപ്പോ സജഷൻ ബോക്സ് കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന കംപ്ലൈന്റ് ബോക്സുകൾ അല്ലെങ്കിൽ സജഷൻ ബോക്സുകൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, അനുയോജ്യമായ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇടങ്ങളിൽ ഇങ്ങനെയുള്ള സജഷൻ ബോക്സുകൾ എന്ത് ചെയ്യുക, സ്ഥാപിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഇന്ന രീതിയിൽ ക്വാളിറ്റി നല്ല രീതിയിലൊന്നും കീപ്പ് ചെയ്യുന്നില്ല, അവിടെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് ആ ഒരു സജഷൻ ബോക്സിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ ഇടാം അല്ലെ. അതുപോലെ കംപ്ലൈന്റ് ബോക്സുകൾ കാര്യങ്ങൾ ഉണ്ടാവും. കണ്ടിട്ടില്ലേ അത് കംപ്ലൈന്റ് ബോക്സും സജഷൻ ബോക്സുകളും ഒക്കെ. നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് പറയാൻ മടിയാണെങ്കിൽ നമുക്കത് എഴുതി തയ്യാറാക്കി ആ ഒരു ബോക്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അവിടെയുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെ മെച്ചപ്പെടുത്തൽ വരുത്തണം, എന്തൊക്കെ രീതിയിലാണ് അവിടെ കംപ്ലൈന്റുകൾ ഉള്ളത് എന്നൊക്കെ ആ ഹോസ്പിറ്റലിന് മനസ്സിലാക്കാനായിട്ട് സഹായകമാകും. അപ്പൊ ഇവിടെയും അതാണ് സജഷൻ ബോക്സുകളിലൂടെ ഇവിടെ കൃത്യമായിട്ട് ഓരോ ഏരിയയിലും എന്തൊക്കെ മാറ്റങ്ങളാണ് പേഷ്യൻസിന്റെ ഭാഗത്തുനിന്ന് അവർ നിർദ്ദേശിക്കുന്നത് ആ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ടും നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ടും ആ ഒരു ഹോസ്പിറ്റലിന് അതിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഫിലിം ഷോസ്, എക്സിബിഷൻസ്, ഹോസ്പിറ്റൽ ബ്രോഷർ ആണ് കേട്ടോ. അവിടെ ബ്രോഷർ എന്നാണ്, PROCHURE, ബ്രോഷർ, ഹോസ്പിറ്റൽ ബ്രോഷറുകൾ are to be exhibited. അതുപോലെ ഇപ്പൊ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഡോക്യുമെന്ററീസോ ഫിലിം ഷോകളോ എക്സിബിഷനുകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബ്രോഷേഴ്സോ മുതലായവ പ്രദർശിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ആ ഹോസ്പിറ്റലിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും പൊതുജനങ്ങൾക്ക് അറിയാനുള്ള ഒരു അവസരം തന്നെയാണ് നമ്മളിവിടെ സൃഷ്ടിക്കുന്നത്. അപ്പൊ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ രീതിയാണല്ലോ അത്. ആശയവിനിമയ രീതികളിലൂടെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ആളുകളിൽ അറിയിക്കും.
Then the school teachers, students, housewives and members of women organization and religious leaders can conduct hospital tours. ഇതെന്താ സ്കൂൾ ടീച്ചർമാർക്കോ സ്റ്റുഡൻസിനോ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകൾക്കോ വുമൺ ഓർഗനൈസേഷനിലുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ അംഗങ്ങൾക്കോ റിലീജിയസ് ലീഡേഴ്സ് മതപരമായിട്ടുള്ള ലീഡേഴ്സോ അല്ലെങ്കിൽ നേതാക്കൾക്കോ ഒക്കെ ഹോസ്പിറ്റലിലേക്ക് ടൂർ കണ്ടക്ട് ചെയ്യാം. ടൂർ എന്ന് പറയുന്നത് നല്ലത് വിസിറ്റ് ആണ് അല്ലെ. ഒരു ടൂർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതേസമയം ഒരു വിസിറ്റ് സന്ദർശനം. അപ്പൊ അവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ടൂർ പോലെ അല്ലെങ്കിൽ ആ ഒരു വിസിറ്റിന് വരുന്ന സമയത്ത് സ്കൂൾ ടീച്ചേഴ്സിനാവാം അല്ലെങ്കിൽ സ്റ്റുഡൻസിനാവാം ആ ഒരു എക്സിബിഷൻസ് ഒക്കെ നടത്തുമ്പോൾ നമ്മുടെ വിസിറ്റിന് വരാം. അപ്പൊ അങ്ങനെയുള്ള വിസിറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിലുള്ള നിരവധി പ്രവർത്തനങ്ങളെ അവർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ ടൂർസ് അല്ലെങ്കിൽ വിസിറ്റുകളിലൂടെയൊക്കെ ആ ഒരു ആളുകൾക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതൽ അറിയാനും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും സാധിക്കുന്നു. അടുത്തതായിട്ട് to hold an annual hospital day or open day house where public can be shown every aspects of the hospital operation that includes some of the highly technical functions. ഇപ്പൊ ഹോസ്പിറ്റല് ആനുവൽ ഹോസ്പിറ്റൽ ഡേയ്സ് അതും അല്ലെങ്കിൽ ഓപ്പൺ ഡേ ഹൗസ്. ഓപ്പൺ ഡേ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് അമ്മമാരൊക്കെയുള്ള സ്കൂളിലൊക്കെ പഠിക്കുന്ന മക്കളുടെ അമ്മമാരൊക്കെ ഇടയിൽ അറിയാൻ പറ്റുമല്ലോ. ഓപ്പൺ ഡേ ഹൗസുകൾ നടത്താറില്ലേ സ്കൂളുകളിൽ? നടത്താറുണ്ടോ? ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഓപ്പൺ ഡേ ഹൗസുകൾ നടത്തുന്നത്? PTA മീറ്റിംഗ് ഒക്കെ വെക്കാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയാ അങ്ങനെയുള്ളതൊക്കെ നടത്തുന്നത്? സ്റ്റുഡൻസിന്റെ ആ ഒരു ടീച്ചിങ് അവരുടെ എഡ്യൂക്കേഷൻ കപ്പബിലിറ്റീസ് എത്രയുണ്ട്, എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ്? അല്ല അല്ലെ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റും? അവിടുത്തെ സ്റ്റാഫുകളുമായിട്ട്, അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും മറ്റു സ്റ്റാഫുകളുമായിട്ട് ഒരു ഇന്ററാക്ഷൻ നടത്താൻ പറ്റും. ശരിയാണ്. രണ്ടാമത്തത് വേറെ എന്ത് കാര്യമാണ്? ആ സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടും കൂടിയാണ് അല്ലെ. സ്കൂളിൽ എന്തൊക്കെ ഫെസിലിറ്റികൾ കൊടുക്കുന്നുണ്ട്, ഏതൊക്കെ ടീച്ചേഴ്സ് ആണ് എടുക്കുന്നത്, ഏതൊക്കെ ക്ലാസ് റൂമുകളിലാണ് നമ്മുടെ കുട്ടികൾ ഇരിക്കുന്നത് അല്ലെ. അങ്ങനെ അതുപോലെ സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ ഉപരി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓപ്പൺ ഡേ ഹൗസുകൾ സംഘടിപ്പിക്കുന്നത് ആണല്ലോ. അതുപോലെ തന്നെ ഹോസ്പിറ്റലില് ഇതുപോലെ ഓപ്പൺ ഡേ ഹൗസുകൾ നടക്കുന്നു അല്ലെങ്കിൽ ആനുവൽ ഹോസ്പിറ്റൽ ഡേയ്സ് ഒക്കെ നടക്കുന്നു. എന്തിനു വേണ്ടിയാ? where public can be shown every aspect of the hospital operation. ഹോസ്പിറ്റലുള്ള വളരെ ടെക്നിക്കൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നേരിട്ട് കണ്ട് പബ്ലിക്കിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ് ഈ ഓപ്പൺ ഡേ ഹൗസ് അല്ലെങ്കിൽ ആനുവൽ ഹോസ്പിറ്റൽ ഡേ പോലെയുള്ളവ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ നമുക്ക് മുൻപൊന്നും നമ്മുടെ ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള സന്ദർശനങ്ങളോ കാര്യങ്ങളോ അനുവദിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഹോസ്പിറ്റലിലെ അവിടുത്തെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള അംഗീകാരം ചൂടായിട്ടുള്ള അവരിലൂടെ അനുവാദം നമുക്ക് അവിടെ പ്രവേശിക്കാനും അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും നേരിട്ട് കണ്ട് വിലയിരുത്താനും ഒക്കെ പല ആശുപത്രികളും ഇന്ന് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏത് നല്ല ക്വാളിറ്റിയിലാണ്, നല്ല സ്റ്റാൻഡേർഡോട് കൂടിയാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങളും പ്രദർശനങ്ങളും ഇന്ന് ഇപ്പോഴും ഹോസ്പിറ്റലുകളിൽ നിലവിലുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ. നല്ലൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവർക്ക് ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻസിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ അവർ അങ്ങനെയുള്ള ഡേയ്സും കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള അവസരങ്ങൾ തരുന്നതും. അപ്പൊ നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ പിന്നീട് എന്തൊരു ആവശ്യം വന്നാലും ആ ഹോസ്പിറ്റലിനെ സമീപിക്കാൻ ശ്രമിക്കും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ആ ഒരു പബ്ലിക് റിലേഷൻ വളർത്തിയെടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് യൂസിങ് മാസ് മീഡിയ വുഡ് ബി ഹെൽപ്ഫുൾ ടു ഇംപ്രൂവ് പബ്ലിക് റിലേഷൻ. നമ്മുടെ മാസ് മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് ഇല്ലേ, നമുക്ക് പല മാസ് മീഡിയാസ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് മാസ് മീഡിയാസ്? TV, റേഡിയോ, അതുപോലെ പലതരത്തിലുള്ള ഡിജിറ്റൽ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏതൊരു മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ വരുന്ന കാര്യങ്ങളാണ്. എന്താണ് ഒന്നാമത്തത് പറയുന്നത്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ ഒന്നാമത്തെ കാര്യം അവരുടെ പേഷ്യൻസ് ആണെങ്കിലും അവരുടെ റിലേറ്റീവ്സിനാണെങ്കിലും വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്കാണെങ്കിലും അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാണ്.
രണ്ടാമത് പറയുന്നത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു രേഖാമൂലമുള്ള ഒരു പരാതി വേണമെന്ന് നിർബന്ധിക്കാതെ വാക്കാലുള്ള പരാതികൾ കേൾക്കാനുമുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു. മൂന്നാമത്തത് സ്വിച്ച് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെ, അവരുടെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുക. ദെൻ പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസസ്, അനുയോജ്യമായ ഇടങ്ങളിൽ സജഷൻ ബോക്സുകൾ സ്ഥാപിക്കുക. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ്, ഫിലിം ഷോസോ ഫിലിം ഡോക്യുമെന്റ്സോ എക്സിബിഷൻസോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ, ഹോസ്പിറ്റൽ ബ്രോഷേഴ്സും ഒക്കെ പ്രദർശിപ്പിക്കുക. അതുപോലെ സ്കൂൾ ടീച്ചേഴ്സിനോ സ്റ്റുഡൻസുകൾക്കോ ഹൗസ് വൈഫുകൾക്കോ വുമൺ ഓർഗനൈസേഷനിലെ അംഗങ്ങൾക്കോ റിലീജിയസ് ലീഡേഴ്സിനോ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വിസിറ്റുകളൊക്കെ സംഘടിപ്പിക്കാനും അതിലൂടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനും സാധിക്കുന്നതാണ്. അതുപോലെ ഹോസ്പിറ്റലിൽ ആനുവൽ ഡേയോ അല്ലെങ്കിൽ ആനുവൽ ഹോസ്പിറ്റൽ ഡേയോ അല്ലെങ്കിൽ ഓപ്പൺ ഡേ ഹൗസുകളോ നടത്തി പബ്ലിക്കിന് ആ ഹോസ്പിറ്റലിലുള്ള വളരെ സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഹോസ്പിറ്റൽ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ നൽകുക. Then using mass medias ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. എക്സാമിന് ഇതിൽ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഓൾമോസ്റ്റ് മിക്ക കാര്യങ്ങളും നമ്മൾ ഇനി ഓരോ ബോക്സുകളിലായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ സമയത്ത് അതനുസരിച്ചായിരിക്കും, അങ്ങനെ ആ ഒരു ബോക്സിലുള്ളതിനനുസരിച്ചായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. മിസ് അതിന്റെ അനുസരിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അന്നേരം പറഞ്ഞുതരാമേ. ഈ പോയിന്റുകൾ നിങ്ങൾ നോക്കണം. കാരണം ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ ഉൾപ്പെടുന്നവയും ഉൾപ്പെടാത്തവയും തിരിച്ചറിയണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ആ ഒരു ബോക്സുകളിലേക്ക് കടക്കുകയാണ് കേട്ടോ. പറഞ്ഞിരിക്കുന്നതിന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളൂ കേട്ടോ. ബോക്സിൽ നമ്മളൊന്നും പേടിക്കണ്ട, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താണ്, ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. ദിസ് മെത്തേഡ് എംപ്ലോയ്മെന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഡാഷ് മെത്തേഡ് എംപ്ലോയ്സ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ അത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ പോലെ പറയുന്നതാണ് കേട്ടോ. This method employ means of communication in all possible forms to enable the hospital to convey its messages to the public. അതായത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡിലൂടെ എംപ്ലോയ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഒരു ആശയവിനിമയമാണ് അല്ലെ. ഇൻ ഓൾ പോസിബിൾ ഫോംസ് ടു എനേബിൾ ദ ഹോസ്പിറ്റൽ ടു കൺവേ ഇറ്റ്സ് മെസ്സേജ് ടു ദ പബ്ലിക്. ഹോസ്പിറ്റലിന് ആശുപത്രിക്ക് അതിന്റെ സന്ദേശങ്ങൾ അല്ലെ. ഹോസ്പിറ്റലിൽ ഒരു സർവീസ് കൊണ്ടുവരുന്നു, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയും, ഹോസ്പിറ്റലിൽ ഒരു പുതിയ സർവീസ് കൊണ്ടുവരുന്നു, അത് ആ ഹോസ്പിറ്റലിനുള്ളിലുള്ള ആളുകൾ മാത്രം അറിഞ്ഞാൽ മതിയോ? അല്ല, ആ ഹോസ്പിറ്റലിന് പുറമേയുള്ള പബ്ലിക് അറിയണം അല്ലെ, പൊതുജനങ്ങൾ അറിയണം. അതിനു വേണ്ടിയിട്ട് അവര് മെസ്സേജുകൾ കൈമാറും അല്ലെ. അതെങ്ങനെയാ കൈമാറുന്നത്? ഈ കമ്മ്യൂണിക്കേഷൻസിലൂടെ അതല്ലേ ആളുകളെ അറിയിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെയും അതാണ്, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആശുപത്രി അതിന്റെ സന്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി അവര് അല്ലെങ്കിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള ആശയവിനിമയ രീതികളും അല്ലെങ്കിൽ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗിക്കുന്ന ഒരു രീതിയെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡില് ഒരു ഹോസ്പിറ്റലിന് അവരുടെ സന്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം. അവർ എന്തൊക്കെ മെസ്സേജുകളാണോ അവർ പൊതുജനങ്ങളിലേക്ക് അവരെ എത്തിക്കേണ്ടത്, ആ മെസ്സേജുകളെല്ലാം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധ്യമായിട്ടുള്ള ഏതൊക്കെ കമ്മ്യൂണിക്കേഷൻ രീതികള് അല്ലെങ്കിൽ മാർഗങ്ങള് ക്യാമ്പൊക്കെ എല്ലാം വരും കേട്ടോ. അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ.
ക്യാമ്പ് വരാം, അല്ലെങ്കിൽ ഇപ്പൊ എക്സിബിഷൻസ് നടത്താം, അല്ലെങ്കിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയാസിലൂടെ ആയിരിക്കാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രീതിയിൽ നടത്തുന്നത്. അങ്ങനെ സാധ്യമായിട്ടുള്ള ഏതൊക്കെ ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കാമോ അവ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയെയാണ് ശരിക്കും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ആ ഹോസ്പിറ്റലിന് അവരുടെ മെസ്സേജസ് അല്ലെങ്കിൽ അവരുടെ സന്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനുവേണ്ടി അവർ സാധ്യമായിട്ടുള്ള ഏതൊക്കെ ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അത് ഉപയോഗിക്കുന്ന ആ ഒരു രീതിയെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് നടത്താം, അല്ലെ? പല മെത്തേഡുകൾ നമുക്കിവിടെ ഉപയോഗിക്കാം ആ ഒരു മെസ്സേജ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ഡേ ഹൗസുകൾ നടത്താം, അല്ലെങ്കിൽ എക്സിബിഷൻസ് നടത്താം, ടൂറുകൾ കണ്ടക്ട് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ക്യാമ്പുകൾ നടത്താം, അല്ലെ? അതുപോലെ പല പല മെത്തേഡുകളിലൂടെ, അല്ലെ? എന്താണ് നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ ഇതുപോലെ ഹോസ്പിറ്റൽ ക്യാമ്പുകൾ പോലെ തന്നെ പലതരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ നമ്മൾ നടത്താറുണ്ട്, ഇല്ലേ? അങ്ങനെ ഒരുപാട് രീതികളിൽ ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ പബ്ലിക്കിലേക്ക് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ മെത്തേഡുകൾ അല്ലെങ്കിൽ എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ് വരുന്നത്. മനസ്സിലായോ എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നുള്ളത്? ക്ലിയറായോ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആ ഒരു മെസ്സേജ് പബ്ലിക്കിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ രീതിയിലുമുള്ള ആശയവിനിമയ മാർഗങ്ങളെയും നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയാം. Clear അല്ലേ? Then some of these are also intermixed with the intramural functions of the hospital and operating method. ഇവയിൽ ചിലത് ആശുപത്രിയിലെ ഇൻട്രാമ്യൂറൽ പ്രവർത്തനങ്ങളുമായും അതുപോലെ തന്നെ ഓപ്പറേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും എന്താണ് ഇടകലർത്തുന്നത് എന്ന് വെച്ചാല് ഇവിടെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് വിത്തിൻ ദ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന കുറെ പ്രവർത്തനങ്ങളുണ്ട്, അല്ലെ? എന്തൊക്കെയാണ് ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന കുറെ പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന, ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ സെറ്റപ്പിനുള്ളില് എമർജൻസി പേഷ്യന്റ് ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലെ? സ്റ്റാഫുകളുടെ അസംബ്ലി നടത്താറുണ്ട്, ഡയഗ്നോസ്റ്റിക്സ് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്, പേഷ്യൻസിന് കൗൺസിലിംഗുകൾ കൊടുക്കാറുണ്ട്, അല്ലെ? ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്, എഡ്യൂക്കേഷൻസ് കൊടുക്കാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ, അത് ഹോസ്പിറ്റലിനുള്ളിൽ നടത്തുന്നതാണ്. എക്സ്ട്രാമ്യൂറൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പോ എക്സ്ട്രാമ്യൂറൽ ഇൻട്രാ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ വെരി ഗുഡ്, ക്യാമ്പുകള്, അല്ലെ? ഹെൽത്ത് ക്യാമ്പുകൾ വരാം, ഹോം കെയറുകൾ വരാം, ഇതൊക്കെ പുറത്ത് ചെയ്യുന്നവർ, അല്ലെ? അപ്പൊ ഇൻട്രാമ്യൂറലും എക്സ്ട്രാമ്യൂറലും പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഡേ കെയർ സെന്ററുകൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കൽ പരമായിട്ടുള്ള ഇപ്പൊ പറഞ്ഞ ക്യാമ്പോ മറ്റെന്തെങ്കിലും അവയർനെസ് ക്ലാസുകളോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുന്നതൊക്കെ എക്സ്ട്രാമ്യൂറലാണ്. അപ്പൊ ഹോസ്പിറ്റൽ സെറ്റപ്പിനുള്ളിൽ നടക്കുന്ന എല്ലാം ഉൾപ്പെടും കേട്ടോ, എല്ലാം ഉൾപ്പെടും, ക്വാളിറ്റി എല്ലാം ഉൾപ്പെടുന്നതാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസും അതുപോലെ ഹോസ്പിറ്റലിലുള്ള ഓപ്പറേറ്റീവ് മെത്തേഡുകളും പ്രവർത്തനപരമായിട്ടുള്ള രീതികളും ഇതെല്ലാം മിക്സ് ചെയ്താണ് ശരിക്കും നടക്കുന്നത്. അല്ലാതെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിന് ഒറ്റയ്ക്ക് അങ്ങ് പ്രവർത്തിക്കാൻ പറ്റില്ല, അല്ലെ? ഒരു ആശയവിനിമയം അവിടെ നടത്താൻ മാത്രമേ ഈ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിലൂടെ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ആശയവിനിമയം നടത്തിയാലും അതിനനുസരിച്ചുള്ള ഫങ്ഷൻസ് ഇതിനുള്ളിൽ നടക്കണം, അല്ലെ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തനങ്ങൾ നടന്നാൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു എഫക്ട് കിട്ടുള്ളൂ, അല്ലെ? അതേസമയം ആശയവിനിമയത്തിലൂടെ പറയാണ് ഇന്ന സർവീസ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ആശയവിനിമയം നടത്തി കഴിഞ്ഞിട്ട് ഇവിടെ ആ സർവീസ് ഇല്ലെങ്കിലോ, അല്ലെ? അവിടെ ആ ഒരു പ്രവർത്തനപരമായിട്ടുള്ള കാര്യങ്ങളിലും ആ ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന പല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. And the other deals with media. അപ്പൊ നമുക്ക് നേരിട്ട് ഇതുപോലെ പല കമ്മ്യൂണിക്കേഷനിലൂടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളും അതിനുള്ളിൽ നടക്കുന്ന ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനുള്ളിൽ നടക്കുന്ന പലതരത്തിലുള്ള ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസും ഹോസ്പിറ്റൽ ഓപ്പറേറ്റീവ് മെത്തേഡുകളും കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിലൂടെ പല രീതിയിൽ ഓരോ ഫംഗ്ഷൻസും അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അതിനനുസരിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടത്തേണ്ടത്. ആൻഡ് the other deals with media.
മറ്റു കാര്യങ്ങൾ നമുക്ക് അതുപോലെ തന്നെ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്താം അല്ലെ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മാസ് മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റും. ഇതിന് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഫസ്റ്റ് വൺ ആണ് കേട്ടോ. എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്? അത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. പബ്ലിക്കിന്റെ മെസ്സേജുകൾ, അവരുടെ ഹോസ്പിറ്റലിലെ മെസ്സേജുകൾ പബ്ലിക്കിലേക്ക് എത്തണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുമുള്ള സാധ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കമ്മ്യൂണിക്കേറ്റീവ് മാർഗങ്ങളും ഉപയോഗിക്കുന്ന രീതിയെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ബോക്സ് ഓരോ ബോക്സിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിസ് പറഞ്ഞു തരാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്തത് ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഈ ബോക്സ് കാണാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. വ്യക്തമായിരിക്കില്ല, എന്നാലും നിങ്ങളുടെ നോട്ടിൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. Then അടുത്തത് the communicative method can be used in the following ways. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ക്ലിയർ അല്ല. അപ്പൊ പറയുന്ന സമയത്ത് ഏതെങ്കിലും ക്ലിയർ ആവാത്ത വേർഡ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. പിന്നീട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. അപ്പൊ നോക്കിയേ, കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. താഴെ പറയുന്ന രീതികളിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് കേട്ടോ, കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നുള്ളൂ. ഒന്നാമത് പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു പേഷ്യൻസ്, their relatives and visitors. നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞില്ലേ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിന് ഒരു പോയിന്റ്, അത് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത് അല്ലെ. പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ, അവിടെ വരുന്ന പേഷ്യൻസിനും അവരുടെ റിലേറ്റീവ്സിനും അവരുടെ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്കും അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക. അതായത് എൻക്വയറി ആൻഡ് രജിസ്ട്രേഷൻ. ചിലപ്പോ എൻക്വയറി വിഭാഗത്തിൽ വന്നായിരിക്കും അവർ വിവരങ്ങൾ അവരായത്, അല്ലെങ്കിൽ ചിലപ്പോൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അവർ വരാറുണ്ട് അല്ലെ. നമ്മൾ ചെന്ന് ചോദിക്കാറല്ലേ ഒരു ഹോസ്പിറ്റലിലൊക്കെ, ചിലപ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്ന ഹോസ്പിറ്റലൊക്കെയാണ്, നമുക്ക് അധികം പരിചയമൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നമ്മള് എൻക്വയറി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നിടത്തോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നിടത്തോ ഒക്കെ ചെന്ന് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ചോദിക്കാറുണ്ട്. ചോദിക്കാറില്ലേ? നിങ്ങൾ പോയി ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെല്ലുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അപ്പൊ അവര് എന്ത് ചെയ്യാറുണ്ട്? കൃത്യമായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ കൃത്യമായ ഇൻഫർമേഷൻസ് നമുക്ക് തരണം അല്ലെ. അങ്ങനെ തന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥാപനത്തോട് ഇഷ്ടം തോന്നും അല്ലെ. ഓൺ പേഷ്യന്റ് ഡിസ്ചാർജ്, അതുപോലെ തന്നെ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാ അവര് പറയാറ്? പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് തരാറുണ്ടോ? ആ ഹിസ് ഓർ ഹർ ഹെൽത്ത് സ്റ്റാറ്റസ് അല്ലെ. ആ പേഷ്യന്റിന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി എന്താന്ന് പറഞ്ഞു തരും ഇല്ലേ. അതുപോലെ എന്തൊക്കെയാണ് ഫോളോ അപ്പുകൾ നടത്തേണ്ടത് ഇല്ലേ. ഇനി എന്താണ് നമ്മൾ തിരിച്ചിവിടെ ഫോളോ അപ്പിന് വേണ്ടി വരേണ്ടത്? എത്ര ദിവസം നമ്മൾ ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യണം അല്ലെ. ഈ മരുന്നുകളെ മരുന്ന് മെഡിസിൻ ഡീറ്റെയിൽസ് ഉണ്ടാവും. എത്ര ദിവസം, ഇന്ന ദിവസം എങ്ങനെയാണ് മരുന്നുകൾ കഴിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അവര് നമുക്ക് തരാറുണ്ട്, അതായിട്ട് പറയാറുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് തരുന്ന ഇൻഫർമേഷൻസ് ആണ്. അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുക. ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിംഗ് ഫിസിഷ്യൻ ക്യാൻ സെർവ് ദിസ് പർപ്പസ് വെൽ. ഒരു ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഏറ്റവും നന്നായിട്ട് തരാനായിട്ട് ആർക്കാണ് സാധിക്കുക? അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആണ് അല്ലെ. അതേസമയം നേഴ്സ് പറഞ്ഞു തരുന്നതിലും കൂടുതൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ആ ഒരു ഉദ്ദേശം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് ആ ഒരു അറ്റൻഡിംഗ് ഫിസിഷ്യൻ അല്ലേ പറഞ്ഞു തരാൻ പറ്റുന്നത്. ആ ഡോക്ടറിനല്ലേ ഏറ്റവും കൂടുതൽ നമ്മുടെ അവസ്ഥയെ കുറിച്ചുള്ള അറിവുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു അറ്റൻഡിംഗ് ഫിസിഷ്യൻ അല്ല, ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിംഗ് ഫിസിഷ്യൻ, ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു അറ്റൻഡിംഗ് ഫിസിഷ്യനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു അഭിമുഖം നടത്തുമ്പോഴാണ് ഈ ഒരു പർപ്പസ് അവർക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നേഴ്സ് പറഞ്ഞു തരുന്നതിനും നന്നായിട്ട് ആ ഒരു അറ്റൻഡിംഗ് ഫിസിഷ്യൻ, അവർ നമ്മളെ നോക്കിയിട്ടുള്ള ആ ഒരു ഫിസിഷ്യൻ അത് ചെയ്യാനായിട്ട് സാധിക്കും എന്നാ പറയുന്നത്. അപ്പൊ അവർക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് വരുന്ന പേഷ്യൻസിന് അവരുടെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ സന്ദർശകർക്ക് മതിയായിട്ടുള്ള അനുയോജ്യമായ ഇൻഫർമേഷൻസ് നൽകുക അല്ലെങ്കിൽ ലഭ്യമാക്കുകയാണ് ഒന്നാമത്തെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ക്ലിയർ ആണോ? ഫസ്റ്റ് ബോക്സ് ക്ലിയർ ആണോ? ഓക്കെ. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ കേട്ടോ.
an open house approach to the visitors without interfering in the routine medical care functions. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഓപ്പൺ ഡേ ഹൗസ് അപ്രോച്ച്, ഒരു ഓപ്പൺ ഡേ സമീപനം കൊണ്ടുവരുന്നത്. എന്താണ് ഓപ്പൺ ഡേ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? അപ്പൊ അങ്ങനെ പൊതുവായിട്ട് അത് പൊതുജനങ്ങൾക്ക് ആ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് വരാനും അവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന രീതിയിലുള്ള അവസരങ്ങൾ നൽകുന്നു. അപ്പൊ അവർക്ക് വിസിറ്റേഴ്സിന് അവിടെ സന്ദർശിക്കാൻ വരാം വിത്തൗട്ട് ഇന്റർഫിയറിംഗ് ഇൻ ദ റൂട്ടീൻ മെഡിക്കൽ കെയർ ഫംഗ്ഷൻ. ആ ഹോസ്പിറ്റലിൽ ഓൾറെഡി ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? ദിവസേന ദൈനംദിന പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ ദിവസേനയുള്ള അങ്ങനെയുള്ള ദൈനംദിന മെഡിക്കൽ പരിചരണങ്ങളോ പ്രവർത്തനങ്ങളോ ഒന്നും ബാധിക്കാത്ത രീതിയിലായിരിക്കും അവിടെ ഒരു സന്ദർശനം വരേണ്ടത് അല്ലെ? അല്ലാതെ ഇവിടെയുള്ള ഫംഗ്ഷൻ പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് ദിവസത്തേക്ക് നമ്മൾ ചെയ്യുന്നില്ല, നിലച്ചു വെച്ചിരിക്കുകയാണ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വിസിറ്റേഴ്സിനെ ഇന്ന് അനുവദിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഒരുപാട് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഇടമാണ് അല്ലെ? അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ആ പറയുന്ന ഡെയിലി റൊട്ടീൻസ്, ദിവസേനയുള്ള അവരുടെ മെഡിക്കൽ പരിചരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താത്ത രീതിയിൽ അവിടെ സന്ദർശകർക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാം. അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. Then large number of visitors to ടൈം റെസ്ട്രിക്ഷൻസ് ഒക്കെ അധികം ഉണ്ടാവും കേട്ടോ. അല്ലാതെ ഒരുപാട് അങ്ങ് സമയത്തൊന്നും അല്ല കൊടുക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു പേഷ്യന്റ് ഒരു അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവരെ കാണാൻ പോകണമെങ്കിലും അവിടെയും ഇതുപോലെ വിസിറ്റേഴ്സിന് ഒരു സമയം അനുവദിച്ചിട്ടില്ലേ സന്ദർശകർക്ക്? ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അതാണ് ഇനി അടുത്ത പോയിന്റ് പറയുന്നത് കേട്ടോ. ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു പേഷ്യൻസ് cannot be avoided in our പെക്യുലർ സോഷ്യോ കൾച്ചർ എത്തോസ്. എന്ന് വെച്ചാൽ എന്താ? സോഷ്യോ കൾച്ചർ എത്തോസ് എന്ന് പറഞ്ഞാല് നമ്മുടെ കാലങ്ങളാണ് നമ്മുടെ തലമുറയിൽ നിന്നും കൈമാറി പോകുന്ന കുറെ ബിലീഫ്സ്, വാല്യൂസ്, നോംസ്, കൾച്ചേഴ്സ് കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നമ്മുടെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നോക്കി നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ കൾച്ചറിനനുസരിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയാൽ അവരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും അവരെ വിസിറ്റ് ചെയ്യാൻ പോകും ഇല്ലേ? നമ്മൾ ആരെങ്കിലും ഒരാൾ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ പോയി കുറെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ അവരെ കാണാൻ പോകും അല്ലെ? അത് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് അല്ലെ? നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗമാണ്. നമുക്ക് മാറ്റാൻ പറ്റുമോ? പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്കത് മാറ്റാൻ പറ്റുമോ? ഇല്ല, അത് മാറ്റാൻ പറ്റില്ല. കാരണം ഒരു പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ലാർജ് നമ്പർ ഓഫ് ആളുകൾ ഉണ്ടാവും. ആ ആളുകളുടെ നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് അവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഒരാളും കാണാൻ പാടില്ല എന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ ആൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് കാരണം നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കൾച്ചർ അങ്ങനെയായിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ടൈമും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സമയത്ത് വരുന്നവർക്ക് മാത്രം കാണാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക, അതിന് പാസുകൾ അനുവദിക്കുക, ഇതൊക്കെ അതിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് അല്ലെ? അപ്പൊ നിയന്ത്രിക്കാനേ നമുക്ക് പറ്റുള്ളൂ, അല്ലാതെ അവരോട് വരാൻ പാടില്ല എന്ന് പറയാനോ കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു അനുവാദം അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കൾച്ചർ അതിന് അനുവദിക്കുന്നില്ല. സോ the queries of relatives and visitors can be satisfied if a doctor or senior nurse conversant with the ward is made available in the ward during visiting hours for this purpose. ഇങ്ങനെ ആളുകൾ സന്ദർശനത്തിനായിട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വിസിറ്റേഴ്സ് വരുമ്പോ ആ വിസിറ്റേഴ്സിന് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ പേഷ്യൻസിന് റിലേറ്റീവ്സ് ആവാൻ ചിലപ്പോൾ വരുന്നത് അല്ലെ? അപ്പൊ അവർക്കൊക്കെ ഒരുപാട് ക്യൂരീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകും. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ചാവാം, അല്ലെങ്കിൽ ആ പേഷ്യന്റിന് കൊടുക്കുന്ന എന്തെങ്കിലും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാവാം. ഒരുപാട് ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ആ നഴ്സ് വരാണെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ, നഴ്സ് എങ്ങനെയുണ്ടാവും, നമ്മുടെ പേഷ്യന്റിന് എങ്ങനെയുണ്ട്, എത്ര ദിവസം കഴിയുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ആവാൻ പറ്റും, കുറവുണ്ടോ, ടെസ്റ്റ് ചെയ്തപ്പോ എന്തെങ്കിലും റിസൾട്ടുകൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ഇതൊക്കെ നമ്മളും സ്വാഭാവികമായിട്ട് ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ക്വറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾ വരുന്ന സമയത്ത് ആ ഒരു വിസിറ്റിംഗ് സമയം നമ്മൾ ഓൾറെഡി വിസിറ്റിംഗ് സമയം അനുവദിച്ചിട്ടുണ്ട് അല്ലെ? വിസിറ്റേഴ്സിന് ഇത്ര സമയം, ചിലപ്പോൾ വൈകിട്ട് ഇത്ര മണി മുതൽ ഇത്ര മണി വരെയൊക്കെ ആയിരിക്കാം. അപ്പൊ അത് ഓരോ ഹോസ്പിറ്റലിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ ഒരു വിസിറ്റിംഗ് സമയത്ത് അവിടെ ഇവരുമായി ബന്ധപ്പെട്ട് ഇവരൊരു അന്വേഷണം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുക്കണ്ടേ അല്ലെ? അല്ലാതെ ആ നേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഡോക്ടർ പറയാണ് എനിക്കറിയില്ല കേട്ടോ, ഞാൻ പോയി നോക്കിയിട്ട് പിന്നെ പറഞ്ഞു തരാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ സമയത്ത്
അവർ ആ വിസിറ്റിംഗ് സമയം എപ്പോഴാണോ ആ സമയത്ത് ഇവരുമായി ബന്ധപ്പെട്ട് ഇവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ആൻസർ അല്ലെങ്കിൽ മറുപടികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ, അതായത് ഇവരുമായി പേഷ്യന്റുമായി ബന്ധപ്പെട്ടവരായിരിക്കും. ഇപ്പൊ ഒരു വാർഡാണെങ്കിൽ ആ വാർഡിലെ എല്ലാ രോഗികളെ കുറിച്ചും കൃത്യമായിട്ടുള്ള അറിവുകളുള്ള ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു സീനിയർ നേഴ്സിനെയോ അവിടെ എന്ത് ചെയ്യണം, ലഭ്യമാക്കി നിർത്തണം. അപ്പൊ അങ്ങനെ ലഭ്യമാക്കി നിർത്തുക, അതാണ് നോക്കിയപ്പോ ഡ്യൂറിങ് വിസിറ്റിംഗ് അവേഴ്സ് ഫോർ ദിസ് പർപ്പസ്. ഈ ഒരു ഉദ്ദേശത്തിന് ദിസ് എന്നാണ് കേട്ടോ അവിടെ, ഫോർ ദിസ് പർപ്പസ് എന്നാണ്. നിങ്ങളുടെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മിസ് പറയുന്ന സമയത്തൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ദിസ് എന്നാണ്. ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത്, ആ വിസിറ്റിംഗ് സമയത്ത് ഇവരുടെ അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ട് സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള മറുപടി പറയാൻ വേണ്ടി ഈ പേഷ്യൻസിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു ഡോക്ടറെയോ ഒരു സീനിയർ നഴ്സിനെയോ അവിടെ ലഭ്യമാക്കി നിർത്തുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെ? അല്ലാന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് മോശമാണ്, അല്ലെ? അതേസമയം കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാനുള്ള ഒരാൾ അവിടെ ഇല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല. നല്ല രീതിയിൽ ആ വരുന്ന ആളുകൾക്കും സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെ? നമ്മൾ ചോദിക്കുന്ന ആളുകൾക്കും നമുക്ക് കൃത്യമായിട്ട് മറുപടി കിട്ടുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് made by the hospital administrator at different levels. However, they should be as informal as possible. അതുപോലെ ഇപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ നിന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ഡിഫറെന്റ് ലെവലിലുള്ള ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, റൗണ്ട്സിന് വരാറുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളെടുത്ത് വന്ന് ചോദിക്കും ഹോസ്പിറ്റൽ സർവീസുകളൊക്കെ എങ്ങനെയാണ്. ചിലപ്പോ എനിക്ക് ഹോസ്പിറ്റലിലുണ്ട് കേട്ടോ, വന്ന് ചോദിക്കും സർവീസുകളൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, എന്തെങ്കിലും ഇതിനും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ, അപ്പൊ ഡോക്ടേഴ്സ് എന്തെങ്കിലോ അല്ലെങ്കിൽ നഴ്സസുമായി ബന്ധപ്പെട്ടോ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കാറുണ്ട്, അല്ലെ? അവർ വന്ന് നമ്മളോട് ചോദിക്കും. അങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ അവർ എങ്ങനെയാണ്, ദേ ഷുഡ് ബി ആസ് ഇൻഫോർമൽ ആസ് പോസിബിൾ. എന്താ, സാധ്യമാണെങ്കിൽ അവര് ഫോർമൽ ആയിട്ടല്ലല്ലോ വരേണ്ടത്, നമ്മളോട് കുറച്ചും കൂടി നല്ല രീതിയിൽ മാന്യമായിട്ട് നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സൗഹൃദപരമായിട്ട് സംസാരിക്കുമ്പോഴേ നമുക്കത് ഓപ്പൺ ചെയ്ത് പറയാൻ പറ്റുക, അല്ലെ? എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അവരെന്ത് ചെയ്യണം, വളരെ അനൗപചാരികമായിട്ട് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം അവർക്ക് സാധ്യമാണെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കേണ്ടത്, പെരുമാറേണ്ടത്. ക്ലിയർ ആണോ? ഈ ഒരു ബോക്സ് ഓപ്പൺ ഹൗസിനെ കുറിച്ച് പറഞ്ഞു, അവിടെ വിസിറ്റേഴ്സ് വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, മൂന്നാമത്തത് സൈൻ ആൻഡ് നെയിം ബോർഡ്സ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ? ഈ പിക്ചർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ചെന്നപ്പോ കണ്ടിട്ടുണ്ട്. അപ്പൊ സൈൻ ആൻഡ് നെയിം ബോർഡുകൾ, അതായത് ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു എൻട്രൻസ്, മെയിൻ എൻട്രൻസ് ഏരിയയിൽ തന്നെ എക്സ്റേയുടെ അവിടെ ഉണ്ടാവും. അതുപോലെ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കയറുന്ന സമയത്ത് നഴ്സസ് ഇരിക്കുന്ന രജിസ്ട്രേഷൻ ചെയ്യുന്നതിന്റെ ആ ഒരു ഏരിയയില്, ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ കൂടുതലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഓരോ റൂം നമ്പറുകളും, ആ റൂമില് ഇത്രാം നമ്പർ റൂമില് ഏത് പേഷ്യന്റ് ആണ്, ഏത് സ്ഥലത്ത് നിന്നുള്ള പേഷ്യന്റ് ആണ്, പേഷ്യന്റിന്റെ വയസ്സും കൊടുത്തിട്ടുണ്ടാവും, വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ കള്ളികളിലാക്കി ഇങ്ങനെ പോക്കറ്റ് പോലെയുള്ള ഭാഗത്തിലാക്കി വെച്ചിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? എല്ലാവരും കണ്ടു കാണുന്നില്ല, കാരണം എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവാറില്ല. അത് ഓരോ ഹോസ്പിറ്റൽ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ, പൊസിഷൻസ് വ്യത്യാസം വരാം. പല രീതിയിലായിരിക്കും ആ ബോർഡുകളൊക്കെ അവർ സെറ്റ് ചെയ്യുക. അതുപോലെ ഇപ്പൊ വാർഡിലാണെങ്കിൽ വാർഡിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ആ വാർഡിന് വലിയൊരു നെയിം ബോർഡ് ഒക്കെ ഉണ്ടാവും. ആ നെയിം ബോർഡില് അവർ എഴുതിയിട്ടുണ്ടാവും ഇതാ നമ്പർ, ഇത്ര വാർഡിനും ഓരോ ബെഡിനും നമ്പർ ഉണ്ടല്ലോ, ആ വൈറ്റ് ബോർഡ് ഉണ്ടാവും. ആ വൈറ്റ് ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും ഇത്രാം നമ്പർ ബെഡില് ഇന്ന പേഷ്യന്റ് ആണ്, ഇന്ന രീതിയിൽ എഴുതിയിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ നമ്മൾ മുകളിലൊക്കെ ചെല്ലുമ്പോ എങ്ങനെയാണ്, 2-3 നിലയുള്ള ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ എൻട്രൻസ് ഏരിയയിൽ തന്നെ ആ മൊത്തം ബിൽഡിങ്ങിന്റെ ഒരു ഫ്ലോർ ഉണ്ടാവും. അതായത് ആ ഒരു കൃത്യമായിട്ട് ആ ഒരു ഫ്ലോർ പ്ലാൻ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഫസ്റ്റ് ഫ്ലോറില് ഇന്ന ഗ്രൗണ്ട് ഫ്ലോറില് ഇന്നയിടത്തേക്ക് വരാം, ആരൊക്കെ കാണിച്ചിട്ടുണ്ടാവും, അല്ലെ? ഇന്നയിടത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന ഷോപ്പുകളാണ്, ഇന്ന റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഇന്ന ഷോപ്പുകളാണ്, ഇന്ന സ്ഥലത്താണ് ടോയ്ലറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഫ്ലോറിലോട്ടാണെങ്കിൽ അതിന്റെ ലിഫ്റ്റ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് ഡോക്ടറുടെ നെയിം ഒക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ നോക്കി അങ്ങനെയുള്ളത്. ഈ ഹോസ്പിറ്റൽ അതുപോലെയുണ്ട്. വലിയ വലിയ ഹോസ്പിറ്റൽസ് ഒക്കെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇപ്പൊ 2-3 നിലയുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാപ്പ് പോലെ ചെയ്യാറുണ്ട്. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ റൈറ്റിലേക്ക് പോയാൽ ഇന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ലെഫ്റ്റിലേക്ക് പോയാൽ ഇന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിൽ അങ്ങനെയുള്ള നെയിം ആൻഡ് സൈൻ ബോർഡുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോർഡ്സ്. ഈ ബോർഡുകളൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ അതിലൂടെ നമുക്ക് എന്താ ഒരു പേഷ്യന്റ് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഒരു പേഷ്യന്റിനെ കാണാൻ വരുന്ന റിലേറ്റീവിനോ വിസിറ്റേഴ്സിനോ ഒക്കെ ഒത്തിരി സമയം എന്ത് ചെയ്യേണ്ടി വരരുത്, അവരെ കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി സമയം മെനക്കെട്ട് നടക്കേണ്ടതായിട്ട് വരരുത്. അതിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അങ്ങനെയുള്ള കാര്യം. അതുപോലെ ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേഡ് അറ്റ് ദ സ്റ്റാറ്റിസ്റ്റിക് പ്ലേസസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളില് ഇതുപോലെയുള്ള ഫ്ലോർ പ്ലാനുകൾ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് ഏരിയയിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ വെക്കുക അല്ലെ. കാരണം നമ്മൾ മെയിൻ കയറി വരുന്ന ഏരിയയിൽ നിന്ന് ഇന്ന ഫ്ലോറിലാണ് നമ്മുടെ വാർഡ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ഫ്ലോറിലാണ് നമുക്ക് പോകേണ്ട റൂം ഇരിക്കുന്നത് എന്ന് മനസ്സിലായാൽ പിന്നെ നേരിട്ട് നമ്മൾ പോവാലോ അല്ലെ. അല്ലാതെ അവിടെ താഴെ മുഴുവൻ ചുറ്റിക്കിടന്ന് കറങ്ങി അതല്ലാതെ മനസ്സിലാക്കുമ്പോൾ അടുത്ത നിലയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഫ്ലോർ പ്ലാനുകൾ കൊടുക്കുക. അതുപോലെ എല്ലാ റൂമുകളും നമ്പർ കൊടുക്കണം ഇല്ലേ. എല്ലാ റൂമുകൾക്കും നമ്പർ ഇല്ലേ. ഓരോ റൂമിനും ഇത്രാം നമ്പർ എന്നല്ലേ നമ്മൾ പറയുന്നേ. അപ്പൊ നമ്മുടെ പേഷ്യൻസ് പറയുന്നത് ഇന്ന റൂമിലാണ് കേട്ടോ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ നമ്പർ പ്രകാരമാണ് അവരുടെ റൂമിൽ കണ്ടെത്തുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നമ്പറുകൾ കൊടുക്കുക. പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രോഷർ ആൻഡ് വിസിറ്റർ ഗൈഡ്. അവിടെ വരുന്ന വിസിറ്റേഴ്സിന് കൃത്യമായിട്ടുള്ള ഗൈഡുകൾ, അതായത് ഈ റൂം കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള ബ്രോഷറുകൾ. അതൊക്കെ പ്രധാനമായിട്ട് നമ്മൾ ഈ പറയുന്ന രണ്ടാമത്തെ ആളുടെ മെയിൻ ബോർഡ് പോലെ ഇത്ര നമ്പർ റൂമിൽ ഇന്ന പേഷ്യന്റ് ആണ്, ഇന്ന വയസ്സുള്ള ഇന്നിടം നിന്ന്. കാരണം ഒരുപാട് പേഷ്യൻസിൽ കുറെ പേരുള്ളവരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ അടങ്ങിയ ബ്രോഷറുകളും വിസിറ്റർ ഗൈഡുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇതിലൂടെയൊക്കെ വരുന്ന റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനോ ഒരുപാട് സമയം അവർക്ക് ബുദ്ധിമുട്ടാതെ ഉടനെ തന്നെ അവർക്ക് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഇടങ്ങളിൽ കണ്ടെത്താനും എത്തിപ്പെടാനും സഹായകമാണ്. ക്ലിയർ ആണോ? സൈൻ ആൻഡ് നെയിം ബോർഡ്സ് ക്ലിയർ ആണോ? ഇത് നമ്മൾ കണ്ട കാര്യങ്ങളാണ് അല്ലെ. ഇതൊക്കെ കണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നു, ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കംപ്ലൈന്റ്സ് ഓർ കോംപ്ലിമെന്റ് സജഷൻസ്. എന്താണ്? എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോംപ്ലിമെന്റ്സ് അല്ലെ, നമുക്ക് ചിലപ്പോൾ നല്ലത് തോന്നിയിട്ടുണ്ടാവും, നല്ല സർവീസാണ് നമുക്ക് തോന്നും, നമുക്ക് അവരെ അനുമോദിക്കാൻ തോന്നും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സജഷൻസ് നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ എഴുതിയിടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പ്രൊവിഷൻ ടു ലിസൺ ടു, അതിന് വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള സജഷൻ ബോക്സുകൾ കൊടുക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേസുകളിൽ നിർദ്ദേശങ്ങൾ ഇടാനും ഇവരെ കംപ്ലൈന്റുകൾ അല്ലെ, ഗുഡ് ഓർ ബാഡ് സജഷൻ ഏതായിക്കോട്ടെ നമുക്ക് നമ്മുടേതായ സജഷൻസ് നമുക്ക് ഇടാം അല്ലെ. നമുക്ക് നിർദ്ദേശങ്ങൾ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ലെങ്കിൽ അവിടുത്തെ സർവീസുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും നമുക്ക് എഴുതിയിടാം, മെച്ചപ്പെടുത്തേണ്ടതാണ് എന്ന രീതിയിൽ നമുക്ക് എഴുതിയിടാൻ പറ്റും. അങ്ങനെ എന്തും നമുക്ക് ആ ഒരു സജഷൻ ബോക്സിൽ രേഖപ്പെടുത്തി ഇടാവുന്നതാണ്. അത് അനുയോജ്യമായ ഇടങ്ങളിൽ ഇങ്ങനെയുള്ള സജഷൻ ബോക്സുകൾ സ്ഥാപിക്കുക. അതുപോലെ പ്രൊവിഷൻ ടു ലിസൺ ടു വെർബൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻസിസ്റ്റിംഗ് ഓൺ റിട്ടൺ വൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, രേഖാമൂലമുള്ള ഒരു പരാതി പ്രായമായവരൊക്കെയാണ് അവർക്ക് ഈ പറയുന്ന പോലെ രേഖാമൂലം അല്ലെങ്കിൽ ഒരു എഴുതി തയ്യാറാക്കിയിട്ട് ചിലപ്പോ ആ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ സാധിക്കും ഇല്ല അല്ലെ. അപ്പൊ അതിന് പകരം അവര് പറയുന്നത് കേട്ട് അതുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താണോ അതിന് ഉടനെ ഒരു പരിഹാരം കണ്ടെത്തി അവർക്ക് നൽകുകയാണെങ്കിൽ അവർക്ക് ആ ഒരു സ്ഥാപനത്തോടുള്ള ഇഷ്ടം വർദ്ധിക്കില്ലേ ഇല്ലേ. അവരുടെ ജീവനക്കാരോടും ആ സ്ഥാപനത്തിനോടുള്ള ഒരു ഇഷ്ടവും വിശ്വാസവും വർദ്ധിപ്പിക്കാനായിട്ട് അത് സഹായകമാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് പബ്ലിക് റിലേഷൻ വർദ്ധിപ്പിച്ചെടുക്കാം. അടുത്തത് ആ ഒരു ബോക്സിൽ ക്ലിയർ ആണല്ലോ. 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ? ടെക്സ്റ്റില് 5th പോയിന്റ് ഇല്ലേ? ഈ ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് നിങ്ങളുടെ ഇല്ലേ? ഇല്ല, ആരുടെയും ഇല്ല. ഫസ്റ്റ് പാർട്ട് ഇല്ല, ചിലരുടെയിലുണ്ട്. സ്റ്റാർട്ടിങ് ഇല്ല. എവിടെ മുതലാകുള്ളത്? സ്റ്റാർട്ട് ഇല്ല. ഓക്കെ, ടീച്ചേഴ്സ് തൊട്ടോ? ഓ, ആദ്യത്തെ പോയിന്റ് ഇല്ല, ടീച്ചേഴ്സ് തൊട്ടാണോ ഉള്ളത്?
ഓക്കെ, ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഇതൊന്ന് ഒന്നില്ലെങ്കിൽ മിസ് പറയുമ്പോ ഒന്ന് എഴുതിയെടുത്താൽ മതി കേട്ടോ. മിസ് പറയുന്ന സമയത്ത് ഒന്ന് എഴുതിയെടുത്താൽ മതി കേട്ടോ. ഇല്ലാത്ത പോയിന്റ്സ് ജസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ. മിസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഒന്ന് എഴുതിയിടണം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ വായിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് എഴുതിയിടാം. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു പോയിന്റ് മറ്റേ ഇന്നതാണ് അവിടെ നമ്മൾ ഓൾറെഡി മുൻപ് പറയുന്നുണ്ടല്ലോ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ ഈ പോയിന്റ്സ് ഒക്കെ അല്ലെ. അപ്പൊ ഇന്നതാണ് ഈ ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷനിൽ വരുന്ന പോയിന്റ് ഇന്നതാണെന്നത് എങ്ങനെയും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി. പിന്നെ ആ പോയിന്റ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് വേറെ എക്സ്ട്രാ ഒന്നും പറയുന്നില്ല കേട്ടോ. എക്സാമിന് വരുന്ന പോയിന്റ്സ് വെച്ച് പറഞ്ഞു തരാം കേട്ടോ. ഇതില് സൈനേജ് ബോർഡ്, നെയിം ബോർഡുകൾ ഇങ്ങനെയുള്ളതൊന്നും വലിയ ഇതിൽ വരുന്നില്ല. ഈ ഒരു രണ്ടാമത്തെ പോയിന്റില് ഡോക്ടർ അല്ലെങ്കിൽ സീനിയർ നഴ്സ് അവൈലബിൾ ആയിരിക്കണം എന്ന് പറയുന്നില്ലേ, അത് ചോദിക്കാറുണ്ട് കേട്ടോ. അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഒരു അപ്രോപ്രിയേറ്റ് ആണ് ഇൻഫർമേഷൻസ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് കൊടുക്കുന്നത്. ഒരു എൻക്വയറിയുമായി ബന്ധപ്പെട്ടോ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടോ നമ്മൾ കൊടുക്കാറുണ്ട്. ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. വായിച്ചു വെച്ചാൽ മതി. അങ്ങനെയുള്ള ഈ ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറില്ല. ഉള്ളത് ഇതുപോലെ ചെറിയ ചെറിയ 1-2 ക്വസ്റ്റ്യനുകളായി കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് പറയാം 5th 1 പറയുമ്പോൾ നിങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഏതൊക്കെ പോയിന്റ്സ് അതിൽ വരുന്നേ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷനിൽ വരുന്നത് ഹോസ്പിറ്റൽ ടൂർസ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ. ഒരു ഗ്രൂപ്പ്, അതായത് സ്കൂൾ ടീച്ചേഴ്സിനോ സ്റ്റുഡൻസിനോ വേരിയസ് പല ഓർഗനൈസേഷനിലെ അംഗങ്ങൾക്കോ പല സ്ഥാപനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ പ്രതിനിധികളായിട്ടുള്ളവർക്കോ റിലീജിയസ് ലീഡേഴ്സ് മതപരമായിട്ടുള്ള നേതാക്കൾക്കോ ഒക്കെ ഹോസ്പിറ്റൽ ടൂറുകൾ നടത്താം അല്ലെ. അതായത് പബ്ലിക് ഇന്ററാക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. ഹെൽത്ത് ഫെയർസ് അതുപോലെ ഇവരൊരു പബ്ലിക് ആയിട്ടുള്ളൊരു ടൂർ നടത്തുന്നത് ചിലപ്പോ അവിടെ ഹെൽത്ത് ഫെയറുകൾ നടത്താറുണ്ട്, എക്സിബിഷൻസ് ഹോസ്പിറ്റലിൽ നടത്താറുണ്ട് അല്ലെ, സ്പെഷ്യൽ ക്ലിനിക്കുകൾ കൊടുക്കാറുണ്ട്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകൾ ഹോസ്പിറ്റലുകളിൽ നടത്താറുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാമുകൾ നടത്താറുണ്ട്, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ്, ഓർഗനൈസ് കരിയർ ഡേ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അതുപോലെ ഹോൾഡിംഗ് ഓഫ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഫൗണ്ടേഴ്സ് ഡേ, സ്പെഷ്യൽ ഇവന്റ്സ്. ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഇവന്റ്സ് ഒരു ഫെയർ ആവാം, ഒരു എക്സിബിഷൻ ആവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്ലിനിക് അവയർനെസ് പ്രോഗ്രാം, ആനുവൽ ഹോസ്പിറ്റൽ ഡേയ്സ് നടത്താം, ഫൗണ്ടർ ഡേ, അങ്ങനെയുള്ള സ്പെഷ്യൽ ഡേ, കരിയർ ഡേ മുതലായിട്ടുള്ള സ്പെഷ്യൽ ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നതിലൂടെയും അങ്ങനത്തെ ദിവസങ്ങളിൽ ആ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ മാരത്തണിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സ്കൂൾ ടീച്ചേഴ്സിനോ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ പല ഓർഗനൈസേഷനിലുള്ള മെമ്പേഴ്സിനോ അല്ലെങ്കിൽ വല്ല റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്ന ആളുകൾക്കോ ഹോസ്പിറ്റൽ ടൂറുകൾ അല്ലെങ്കിൽ വിസിറ്റുകൾ ഹോസ്പിറ്റലിലേക്ക് നടത്താം. All this helps in projecting every aspects of the hospital operations, including some of highly technical functions. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തിനു സഹായിക്കുന്നതാണ്? ഒരു എക്സിബിഷൻ നടത്തുന്നു, ഒരു ഫെയർ നടത്തുന്നു, ഒരു ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം നടത്തുന്നു. ഇത് എന്തിനാ സഹായകമായിട്ടുള്ളത്? ആ ഹോസ്പിറ്റലിൽ നടത്തുന്ന എല്ലാ, അതായത് വളരെ സാങ്കേതികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആളുകളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതാണ് ഇന്ററാക്ഷൻ ആണ്. അവിടെ ഒരു പബ്ലിക്കുമായിട്ട് നല്ലൊരു ഇന്ററാക്ഷൻ കൊണ്ടുവരിക, നല്ലൊരു റിലേഷൻഷിപ്പ് അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരു പബ്ലിക് ഈ ഒരു സ്ഥാപനവുമായിട്ട് ഒരു ഇടപെടൽ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റലിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും അവർക്ക് ബോധ്യപ്പെടുകയും അതിലൂടെ നല്ലൊരു റിലേഷൻ അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കുകയും ചെയ്യും. അത്ര മാത്രമേ ആ ഒരു ബോക്സിൽ പറയുന്നുള്ളൂ കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ ഈ ഒരു 3 ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകളാണ് ഇല്ലേ. നമ്മൾ പറഞ്ഞതല്ലേ ഹോസ്പിറ്റൽ ടൂറുകളുടെ കാര്യം, എക്സിബിഷൻസ് നടത്തുന്നതിന്റെ കാര്യം, ഇപ്പൊ നമ്മൾ പറഞ്ഞതല്ലേ. ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിന്റെ ആദ്യത്തെ പോയിന്റുകളിൽ 3 പോയിന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇന്ന പോയിന്റുകളാണ് ഇവിടെ വരുന്നത് എന്നൊന്ന് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം.
കേട്ടോ. അപ്പൊ അവിടെ ഇങ്ങനെ പബ്ലിക് റിലേഷൻ ഇന്ററാക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവിടെ ഹോസ്പിറ്റലിൽ നടത്താവുന്ന എന്തൊക്കെ പ്രോഗ്രാമുകളാണ് എന്ന് ചോദിച്ചാൽ ഹെൽത്ത് ഫെയറുകൾ വരും. ഇതെല്ലാം ഉൾപ്പെടാം അല്ലെ. എക്സിബിഷൻസ് വരാം, സ്പെഷ്യൽ ക്ലിനിക്കോ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമോ ക്യാമ്പുകളോ, ഇതെല്ലാം ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. ഒരു പബ്ലിക് ഇന്ററാക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഹോസ്പിറ്റൽ നടത്തുന്ന പ്രോഗ്രാമുകളാണ് ഇവയൊക്കെ എന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? കിട്ടാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇല്ലാത്തവരാ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ട് ഈ ഒരു ഭാഗം മാത്രമേ ഇല്ലാത്തതുള്ളൂ. സിക്സ്ത്തും സെവൻത്തും ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ ആ ഒരു ഭാഗം പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗം മാത്രം ഇല്ലാത്തതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പറഞ്ഞു കഴിഞ്ഞ സമയമില്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും ഭാഗം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.